16 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ഈ വയലിൽ വരുന്ന വെള്ളം എങ്ങനെ അവരുടെ വീട്ടിൽ കയറുന്നത്? അത് നമ്മുടെ സർക്കാരിൻ്റെ ഭൂമിയാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ETCയിലാണ്. ഇവിടെ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭൂമിയെ തുടർന്നുള്ള തർക്കം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമി ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങിയിട്ട് മണ്ണിന് നേരത്തെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കുകയാണ്. ഇതിനെ തുടർന്ന് തൊട്ട് അയൽപക്കത്തുള്ള ആളുകൾ തമ്മിൽ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഇതൊരു വയലോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം മഴക്കാലമാകുമ്പോൾ തൊട്ടടുത്ത് തോടുമുണ്ട്. അപ്പം ഇവിടെ വെള്ളം നിറയും. മഴക്കാലത്ത് വെള്ളം നിറയുന്നതിനെ തുടർന്ന് അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്നതാണ് അവർ പറയുന്നത്. അലക്സാണ്ടർ പറയുന്ന വ്യക്തി ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ ഓർഡറും വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൂമി കുറച്ച് ഭാഗത്ത് വയലോട് ചേർന്നിട്ടുള്ള ഭൂമിയാണ്. പകുതി ഭാഗം വയലായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹം നോക്കുന്നത്. ഇതിൽ കുറച്ച് ഭാഗം മഴക്കാലമാകുമ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് കൃഷിക്ക് അത് അനുയോജ്യമല്ല. അപ്പം അത് കൃഷിക്ക് അനുയോജ്യമാക്കി തീർക്കാൻ വേണ്ടി കുറച്ച് ഭാഗം മണ്ണിട്ട് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ അത് തടയാൻ എത്തിയിരിക്കുകയാണ് അയൽഭാഗത്തുള്ള ആൾക്കാർ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. പക്ഷേ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് ഈ കാണുന്ന തോട്ടിൽ വെള്ളം വരുമ്പോൾ ഒരു കാരണവശാലും അവിടേക്ക് വെള്ളം കയറാനൊരു ചാൻസും ഇല്ല. പക്ഷെ അവർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഇതാണ്, മഴക്കാലത്ത് ഈ തോട്ടിൽ വെള്ളം ഉയരുകയും അത് അവരുടെ വീട്ടിലേക്ക് കയറും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വസ്തുക്കളൊക്കെ വയലായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അവിടെ മണ്ണിടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കാണുന്ന ഈ കുറച്ച് ഭാഗം, കാരണം വെച്ചാൽ ഇവിടെ ആ തോടുള്ളത് കൊണ്ട് മഴക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറും. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുകയാണെങ്കിൽ അത് വെള്ളം കയറി നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മണ്ണിടുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്നും ബാക്കി എല്ലാ അതോറിറ്റിയിൽ നിന്നും ഓർഡർ വാങ്ങിയതിന് ശേഷമാണ്, നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഇവിടെ മണ്ണിടുന്നത്. ഈ വിഷയം അറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ വാർത്ത എടുക്കാൻ എത്തിയപ്പം ഇവിടെയുള്ള സമീപവാസികൾ ഞങ്ങളെ ക്യാമറാമാനെ വരെ ആക്രമിക്കാൻ വരുന്നു. കല്ലെടുത്ത് എറിയുക തുടങ്ങിയുള്ള ആക്രമണങ്ങളാണ് അവർ നടത്തിയത്. മാത്രവുമല്ല, നിരന്തരം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ എപ്പോഴും പണിയെടുക്കാൻ വരുമ്പോഴും ഇവരെ പണിയെടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജലപ്രളയത്തിൻ്റെ കഠിനതകളും വെള്ളം വയലിൽ കയറി എൻ്റെ കൃഷിയെല്ലാം വർഷങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ കരയാക്കിയ സ്ഥലം താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് മണ്ണടിക്കാനായിട്ട് പെർമിഷൻ വാങ്ങിച്ച ജിയോളജിയുടെ പെർമിഷൻ വാങ്ങിച്ച പേപ്പറും കരവടിക്ക മഹാഭേദം മാറ്റിയ കരവടിക്ക റെസിറ്റും എൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. അത് മണ്ണടിക്കാൻ വന്നപ്പം നമ്മളെ തടയാനായിട്ടും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി ഇവിടെ മണ്ണടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിച്ച് പോയിരിക്കുക. ഇപ്പം തൊട്ടടുത്തുള്ള ആൾക്കാരാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആരോപണം എന്താ? അവരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മണ്ണടിച്ച് എൻ്റെ താഴ്ന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് തോട്ടിക്കൂടെ അങ്ങ് വെള്ളം താഴോട്ട് തോട്ടിപ്പോവുക. എൻ്റെ താഴ്ന്ന സ്ഥലത്തു കൂടെ ഞാൻ ഈ മണ്ണടിച്ച് ഉയർത്തി കഴിഞ്ഞാൽ അവരുടെ ഈ ഉയർന്ന സ്ഥലത്ത് വെള്ളം കയറുമെന്നാണ് അവരുടെ പ്രശ്നം. അവർ പുറമ്പോക്കിൽ ഉയർന്ന സ്ഥലത്ത് റോഡോട് ചേർന്ന് താമസിക്കുന്നതാണ്. ഈ വയലാണെങ്കിൽ ഒരുപാട് താഴ്ച ഉള്ളതും ഇതാണ് അവരുടെ. അതുകൊണ്ട് നമ്മൾ വന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗത്ത് ഒട്ടും വെള്ളം കയറാനുള്ള സാഹചര്യം ഇല്ല. ഇപ്പം സ്ഥലത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തോട്ട് വെള്ളം പോകാനുള്ള എല്ലാ വഴികളും നമ്മൾ ഇതാക്കിയിട്ടില്ല. അതായത് എല്ലാ വഴിയിൽ കൂടെ ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തോട്ടിൽ കൂടെ ഒഴുകി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സ്ഥലത്തുണ്ട്. അവിടെ കെട്ടി നിർത്തുന്നില്ല, ഒഴുകി പോവുക. ഇതിനുള്ള നമുക്ക് മണ്ണിട്ട് റെഡിയാക്കാനുള്ള എല്ലാ ഓർഡറും ഗവൺമെൻറ്റിന് വാങ്ങിയിട്ടുണ്ട്. ഈ മണ്ണിടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലെ എല്ലാ ഓർഡറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പാണ്ടിവയൽ ആ ഭാഗത്തു നിന്നുള്ള വെള്ളം മുഴുവനും, അതായത് തിരക്കേണ്ട പകല് അങ്ങനെ ആ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഈ വയലിലാണ് വരുന്നത്. ഇത് വന്ന് മൊത്തത്തിൽ ലാസ്റ്റിൽ ഇവിടെ അടിയും ഈ വെള്ളം മുഴുവൻ. അതായത് ഒരാളെ നിന്നാൽ കാണാൻ പറ്റില്ല. ഈ പാമ്പ് പിടിച്ച മനുഷ്യർ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കാണുന്നില്ലേ കൃഷി എന്താ ഉള്ളതിനകത്ത്? ആണ്ട് മൊത്തം കരിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ പുള്ളിക്കാർ ചെയ്തിട്ട് ഇതിവിടെ മണ്ണിടുന്നതിനകത്തുള്ള ഓർഡർ പുള്ളിക്കാരൻ വാങ്ങിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നിന്ന് പണം അടച്ചാണ് ഇത് കരഭൂമിയാക്കി വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ ഇവിടെ പുറമ്പോക്കിലെ ഒരു 4-5 വീടുണ്ട്. അവർ ഇവിടെ മണ്ണിട്ട് നേരത്തെ കഴിഞ്ഞാൽ അങ്ങോട്ട് വെള്ളം കയറുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത്രയോ ഏതാണ്ട് ഒരു 10-16 അടി കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ഈ വയലിൽ വരുന്ന വെള്ളം എങ്ങനെ അവരുടെ വീട്ടിൽ കയറുന്നത്? എല്ലാ പേപ്പറും ഉണ്ട്. RTOയുടെ പേപ്പറുണ്ട്, പഞ്ചായത്തിൽ കരമടച്ച പേപ്പറുണ്ട്, വാങ്ങിച്ച പഞ്ചായത്തിലെ കരമടച്ച പേപ്പറുണ്ട്, സകല പേപ്പറും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഈ തർക്കം ഉണ്ടാക്കുന്നത്? ഇതാ നമുക്കാർക്കും മനസ്സിലാവുന്നത്. മണ്ണിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജിയോളജിയുടെ അതിൻ്റെ പേപ്പർ കാണിക്കണം. ഓൾറെഡി അച്ചാൻ്റെയിലുണ്ട്. പിന്നെ മണ്ണടിക്കുന്ന ആൾക്കും പേപ്പറുണ്ട്. ഇത് രണ്ടും പോരെ, വേറെ എന്താ? ഈ പുറമേ കിടക്കുന്നവർക്ക് എന്ത് സൗകര്യം? അവർക്ക് വസ്തു ഉണ്ടോ? അവർക്ക് വസ്തു സർക്കാർ കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ പോകാത്തത്? അവർക്ക് സർക്കാർ വസ്തു കൊടുത്തിട്ടുണ്ട്. ഈ വസ്തു വീടും അവർ വീട് വെച്ചു, പലരും വീട് വെക്കാത്തതുണ്ട്. ഈ വസ്തു കൊടുത്ത് എന്തിനാ താമസിക്കാനില്ലേ? പിന്നെ എന്തിനാ നടക്കുന്നത്? അവർ താമസിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ്.
അത് നമ്മുടെ സർക്കാരിൻ്റെ ഭൂമിയാണ്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി. അവർക്കത് ഇവിടെ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് കിടക്കാൻ ഭൂമിയില്ല അവിടെ. പിന്നെ അവർ തരേണ്ട കാര്യം എന്തോ? അവർക്ക് ഭൂമി സർക്കാർ കൊടുത്തുണ്ട്, അവിടെ പോയി കിടക്കാൻ പറ. എന്താ പറയുക, അന്ന് ചെയ്യും, ചാഞ്ചാരകൾ പറഞ്ഞുവിടും. സ്വന്തമായിട്ട് ഭൂമി എന്നുണ്ട്, ആ ഭൂമി ഇപ്പോൾ കിടക്കാൻ പറ. പിന്നെ എന്തിനാ ഇവിടെ കണ്ട് അഹങ്കരിക്കുന്നത്? ഇവിടെ ഒരു സ്കൂൾ വരുമെന്ന് പറഞ്ഞു, ഒരു കരിഞ്ഞൻ സ്കൂള് തേയിലക്കുന്നിൽ. ആ സ്കൂൾ വന്നില്ല, അതിനായി പാലം വലുതാക്കാൻ പറഞ്ഞു, വന്നില്ല. അപ്പോൾ അതിൻ്റെ പേര് ഇവരെ മാറ്റാൻ അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോകാനാ. അപ്പോൾ അവർക്കെല്ലാം വസ്തു കൊടുത്തു. പിന്നെ എന്തിനാ അവർ നിൽക്കുന്നേ? അവനെല്ലാം വീടും വസ്തുവും കൊടുത്തു. പിന്നെ ഇവിടെ അഹങ്കരിക്കുന്ന എന്തോ? അവൻ്റെ പേര് ഒരു വസ്തുവില്ല. നിയമപരമായി നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് യാതൊരു പ്രശ്നങ്ങളും നമ്മൾ കാണുന്നില്ല. കാരണം എല്ലാ ഓർഡറുകളും വാങ്ങിയതിന് ശേഷമാണ് അവർ നിയമപരമായി തന്നെയാണ് ഈ പണി തുടങ്ങിയതും മുന്നോട്ട് പോകുന്നതും. കാരണം നീരൊഴുക്ക് തടയുന്നില്ല, വയൽ നികത്തുന്നില്ല, അതിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കൃഷിക്ക് അനുയോജ്യമായി നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് യാതൊരു പ്രശ്നവും കാണുന്നില്ല. മറ്റ് എതിർഭാഷത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം ശരിക്കും സത്യം പറഞ്ഞൊരു വസ്തുതാപരമായി നമുക്ക് തോന്നില്ല. കാരണം ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന വീട്ടിലോട്ട് ഇത്ര താഴത്തെ നിലയിലുള്ള ഈ വയലിൽ അതായത് തോടിൽ നിന്നും വെള്ളം കയറുന്നത് പറയുന്നത് ലോജിക്കായിട്ട് തോന്നുന്നില്ല. അപ്പം എല്ലാ നിയമവശങ്ങളും മുൻനിർത്തിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുഭാഷിനോടൊപ്പം മാതിരാമണി. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.